പണ്ടേറെ വിവാദമായ ഇസ്രായേലി ചാര സോഫ്റ്റ്വെയറായ പെഗാസസ് നമ്മൾ മറക്കാനിടയില്ല. പെഗാസസ് കള്ളനെ പോലെ ജനലിലൂടെ എത്തിനോക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ സഞ്ചാർ സാധി എന്ന പുതിയ സംവിധാനം സുരക്ഷ എന്ന പേരിൽ മുൻവാതിലൂടെ കടന്നു വന്ന് കിടപ്പുമുറിയിലേക്ക് ഉൾപ്പെടെ കയറുന്ന ടീമാണ്. ഈ ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് പുതിയ ഫോണുകളിൽ ഇത് വരിക. അതായത് എന്തൊക്കെ പറഞ്ഞാലും എത്തി നോക്കുമെന്ന്. ഫോൺ കളഞ്ഞു പോയാൽ കണ്ടുപിടിക്കാനുള്ള സംവിധാനം എന്നൊക്കെയാണ് സർക്കാർ ഇതിനെ വിളിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. ഈ നല്ല കാര്യത്തിന് പകരമായി സർക്കാർ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ സ്വകാര്യതയുടെ താക്കോൽ തന്നെയാണ്. 2025 നവംബറിലെ ഉത്തരവ് പ്രകാരം നിങ്ങൾ വാങ്ങുന്ന പുതിയ ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അത് ഡിലീറ്റ് ചെയ്യാനും കഴിയില്ല. പ്രതിഷേധത്തെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കപ്പെട്ടെങ്കിലും നിലവിൽ ഇൻസ്റ്റാൾ ചെയ്ത കോടിക്കണക്കിന് ആളുകളുടെ പ്രൈവസി തുലാസിലാണ്. അതായത് ആശങ്കാജനകമാണ് അവസ്ഥ. ഈ ആപ്ലിക്കേഷൻ ചോദിക്കുന്ന ഓരോ അനുമതിയിലൂടെയും ഉയർത്തുന്ന ഭീഷണികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അത്ര ഫണ്ണല്ല കാര്യങ്ങൾ. ഒന്നാമതായി റീഡ് SMS എന്ന പെർമിഷനാണ്. ഫോൺ കണ്ടെത്താൻ SMS വായിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ നമ്മുടെ പേഴ്സണൽ ചാറ്റുകൾ മാത്രമല്ല, ബാങ്ക് OTPകളും സാമ്പത്തിക ഇടപാടുകളും വരെ സർക്കാരിന് വായിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ നമ്മുടെ സാമ്പത്തിക സുരക്ഷ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നർത്ഥം. രണ്ടാമതായി കോൾ ലോഗ് ആക്സസ് ആണ്. നിങ്ങൾ ആരെ വിളിക്കുന്നു, എപ്പോൾ വിളിക്കുന്നു, എത്ര നേരം സംസാരിക്കുന്നു എന്ന് ഈ വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ സൗഹൃദങ്ങളും രാഷ്ട്രീയ ചായ്വുകളും വരെ കൃത്യമായി മനസ്സിലാക്കാനായി സാധിക്കും. ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം സ്റ്റോറേജ് ആക്സസ് ആണ്. നമ്മുടെ ഗാലറിയിലെ ഫോട്ടോസും വീഡിയോസും കാണാൻ മാത്രമല്ല, അതിൽ മാറ്റം വരുത്താനും ഡിലീറ്റ് ചെയ്യാനും വരെ ഈ ആപ്ലിക്കേഷൻ അധികാരമുണ്ട്. എന്തിനാണ് ഫോൺ കണ്ടെത്താനായി നമ്മുടെ ഫോട്ടോസും വീഡിയോസും നിരീക്ഷിക്കുന്നത്? എന്തിനാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത്? കൃത്യമായും ഇത് തട്ടിപ്പാണെന്ന് വ്യക്തം. നാളെ ഏതെങ്കിലും ഒരു കേസിൽ കൊടുക്കാൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലാത്തൊരു തെളിവ് തിരികെ കയറ്റാൻ പോലും സാങ്കേതികമായി ഇതിലൂടെ സാധിച്ചേക്കാം. ടേക്ക് പിക്ചേഴ്സ് ആൻഡ് വീഡിയോ എന്ന ഓപ്ഷനിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്യാനും പരിസരം നിരീക്ഷിക്കാനും ഇതിലൂടെ സാധിക്കും. നമ്മുടെ കിടപ്പുമുറിയിൽ വരെ ഒരു ഡിജിറ്റൽ കണ്ണ് തുറന്നിരിക്കുന്ന പോലെയാണിത്. ഫോൺ ഓണായിരിക്കുന്ന അത്രയും നേരം ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഭാവിയിൽ ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ സർക്കാർ വിരുദ്ധ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് എന്ന് പോലും ഈ ആപ്ലിക്കേഷനെ മാറ്റിയെടുക്കാമെന്നാണ് ഇതിനെ വിമർശിക്കുന്ന വിദഗ്ധർ പറയുന്നത്. സമഗ്രമായ ഡാറ്റ സംരക്ഷണ നിയമങ്ങളോ സ്വതന്ത്രമായ റെഗുലേറ്ററി മേൽനോട്ടമോ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയാനുള്ള നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളോ ഇന്ത്യയിൽ ഇപ്പോഴും നിലവിലില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിർബന്ധിതവും പ്രീ ഇൻസ്റ്റാൾഡുമായ ഈ ആപ്ലിക്കേഷൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യത, അന്തസ്സ്, ആശയവിനിമയ സ്വാതന്ത്ര്യം എന്നിവയെ തകർത്തെറിയാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ എതിർക്കാനൊരുങ്ങുകയാണ് ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ. ലോകത്തൊരിടത്തും തങ്ങളുടെ ഉപകരണങ്ങളിൽ സർക്കാർ ആപ്ലിക്കേഷനുകളോ തേർഡ് പാർട്ടി ആപ്പുകളോ വിൽപ്പനയ്ക്ക് മുമ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്പിൾ അനുവദിക്കാറില്ല. അവരുടെ സുരക്ഷാ സ്വകാര്യത മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് കാര്യം. ഓർക്കുക, നമ്മുടെ കീശയിലിരിക്കുന്ന ഫോൺ വെറും ഒരു ഫോണല്ല, അതൊരു സർക്കാർ ഏജന്റാണ്. സുരക്ഷയുടെ പേരിൽ അത് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു സർവൈലൻസ് സ്റ്റേറ്റിലേക്കാണ്.